ഹലോ ഡിയേഴ്സ്, ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാനിച്ചിരി മടിച്ചായോ എന്ന് ചോദിച്ചാൽ ഞാനിച്ചിരി മടിച്ചൊക്കെ ആയി. കാരണം ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഭയങ്കര പീസ്ഫുൾ ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചൊക്കെ മടിയാകാം. പക്ഷേ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന കർഷകയെ ഉണർത്തുവാൻ അധികം നേരം വേണ്ടി വന്നില്ല. ഞാൻ ചാടി ഇറങ്ങിയിരിക്കുന്നു നേരെ കൃഷിയിടത്തിലേക്ക്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? കുറേ നാളിന് ശേഷം വരുമ്പോൾ നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് രണ്ടുപേരുണ്ട്. അങ്ങനെ അവർ ഈ കരിയിലേക്ക് തൂത്തുവാരി ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് വരുമ്പോൾ അത് കണ്ട് ഞാനിങ്ങനെ നിർവൃതി അടഞ്ഞിട്ട് ഈ വെയിലത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ സംഭവങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോഴാണ് കണ്ടത് ആദ്യമായിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൽ ഒരു പാഷൻ ഫ്രൂട്ട് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ധാരാളം പാഷൻ ഫ്രൂട്ട് ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ആഞ്ഞിലിയിൽ നിന്ന് ഈ ഒരു കരിയില വീണ് ഫുള്ള് ഇങ്ങനെ അലമ്പായിട്ട് കിടക്കുകയാണ്. അതെല്ലാം വൃത്തിയാക്കണം. അതിനുശേഷം ബാക്കി ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ആമ്പൽക്കുള്ളതിൻ്റേതാണ്ട് നീല ആമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ട്. വെള്ള ഇന്ന് പൂവില്ല. അങ്ങനെ നമ്മളോരോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കൊച്ച് ഓടി വന്ന് പറഞ്ഞത്, അതിൻ്റെ മൂട്ടിൽ എന്താണ്, ഇത് ആമയാണോ എന്ന്. അങ്ങനെ നമ്മളെ ചേച്ചിയും ഞാനും ഒക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ അത് ആമയാണെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയുടെ ഇടയിൽ അതിങ്ങനെ കുരുങ്ങി കിടക്കുമായിരുന്നു. പിന്നെ വത്സലേച്ചൊരു കമ്പ് കൊണ്ടൊക്കെ അതിനെ പതുക്കെ കുത്തിയൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ ഇട്ടു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ ആമ വരുമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു നമുക്ക്. അങ്ങനെയൊന്നും നമ്മൾ ആമയൊന്നും നമ്മുടെ പറമ്പിലൊന്നും കണ്ടിട്ടില്ല. താഴെ തോടും വയലും ഒക്കെ ഉണ്ടായിട്ട് അതുവഴി വന്നതായിരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഈ മതിലൊക്കെ കയറി അതിങ്ങ് വന്നല്ലോ. റിയലി എനിക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. പിന്നെ ഇതിന് ജീവനുണ്ടോ എന്നൊക്കെ നോക്കുക സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോഴാണ് അതിൻ്റെ കാലും കൈയും തലയൊക്കെ ഇങ്ങനെ അതിന് ഒളിഞ്ഞൊക്കെ നോക്കുന്നു. ഞാനിങ്ങനെ കുനിഞ്ഞു കിടന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ ഒരാളെ വിളിച്ച് വിദഗ്ധോപദേശം തേടി ഈ ആമയെ എന്ത് ചെയ്യണം. അപ്പോൾ പറയാം, നമ്മുടെ ആമ്പൽക്കുളത്തിൽ കൊണ്ടിടൂ, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പേര് ആമയെ വളർത്തുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഷൈനിന് മെസ്സേജ് അയച്ചപ്പോൾ ഷൈൻ ചോദിക്കുക, ദൈവമേ ഇനി വനം വകുപ്പുകാർ വരുമോ, വെള്ളത്തിലിട്ടാൽ ഇത് ചത്തുപോകൂ, ഇത് കരയാമയാണോ അതോ ഒബാമയാണോ, ഇതൊക്കെ ചോദിച്ചു. പക്ഷേ എന്തോ ആയാലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കൈകൊണ്ട് ആമ എടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു എന്ന് വെച്ചാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ വയ്യ. കാരണം ഇതിനെ എങ്ങനെ എടുത്തുകൊണ്ടിടും. പിന്നെ ഞാനൊരു ഇലയൊക്കെ വെച്ച് ഇതിനെ എടുത്ത് കൊണ്ടുവന്ന് ആമ്പൽക്കുളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ആ ഇട്ടത് മാത്രമേ എനിക്കറിയൂ. പിന്നെ അത് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. അത് എവിടെ പോയി മറഞ്ഞു പോയി. എത്രയൊക്കെ ഞങ്ങൾ അതുവഴിയൊക്കെ കുനിഞ്ഞും ഞെരിഞ്ഞും ഒക്കെ നോക്കിയിട്ടും ഇതിനെ കണ്ടിട്ടേയില്ല. പിന്നെ നമ്മളങ്ങോട്ട് പോയിട്ടുമില്ല കേട്ടോ. പിറ്റേന്നൊക്കെ അത് പോയി കാണുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഞാനതിനെ ആമേ കീമേന്നൊക്കെ ഇങ്ങനെ വിളിച്ചു, പക്ഷെ ഒരു രക്ഷയില്ല. എന്തായാലും അത് അവിടെ കിടന്നോട്ടെ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങൊക്കെ ഏതാണ്ടൊക്കെ കഴിഞ്ഞു. പക്ഷെ നല്ല ഉഗ്രൻ വെയിലാട്ടോ. ഇത്രയും വെയിലും കൊണ്ടാണ് പാവങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തത്. ഞാനൊരു ഇച്ചിരിയൊക്കെ സഹായിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കൃഷിയൊക്കെ ബാക്ക് ടു എന്താ പറയുക, പവർഫുൾ എനർജി ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരാൻ പോവുകയാണ്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഈ ആമ അവിടെ ഉണ്ടോ എന്ന് ഒന്നുകൂടെ ചെന്ന് നോക്കിയൊന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ നേരെ ലഞ്ച് ബ്രേക്കിനായിട്ട് പോയി. കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. ടാറ്റാ, ബൈ.